LBS 2024 അപേക്ഷ ക്ഷണിച്ചു. എന്തിനാണ് നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടത്? ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന ചെറിയ അബദ്ധങ്ങൾ അവർക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് നിങ്ങൾ +2 കഴിഞ്ഞതിന് ശേഷം കാണുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളോ ആയിരിക്കും. കഴിഞ്ഞ 8ഓളം വർഷങ്ങളായിട്ട് ഇതേ ഫീൽഡിൽ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ എൻ്റെ കുറച്ച് സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പം അതെൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണെന്ന് ഓർക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ ഇൻസൈറ്റ് നൽകും. അപ്പോൾ നമുക്ക് ആദ്യം ബേസിക് കാര്യങ്ങൾ തന്നെ ഞാൻ തുടങ്ങാം. LBS എന്താണ്? LBS വഴി ഏതെല്ലാം കോഴ്സുകൾക്കാണ് അഡ്മിഷൻ ലഭിക്കുക? എന്താണ് ഓരോ കോഴ്സുകളുടെ ഡ്യൂറേഷൻ? ഇങ്ങനെ ഒരു ലെങ്തി വീഡിയോ ആണത്. പക്ഷെ നിങ്ങൾ ഈ സമയം സ്പെൻഡ് ചെയ്യുക. എനിക്ക് വേണമെങ്കിൽ ഷോർട്ടായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരുപാട് ഇൻസൈറ്റ് കിട്ടും. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലെങ്തി വീഡിയോ ആണ്. പക്ഷേ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലാഭകരമായിരിക്കും. അപ്പോൾ LBS എന്ന് പറയുന്നത് ഒരു അതോറിറ്റിയാണ്. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് കേരള സർക്കാർ നിങ്ങൾ അഡ്മിഷൻസിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് കോളേജിൽ അഡ്മിഷൻ എടുത്ത് തരുന്നത് വരെയുള്ള സ്റ്റെപ്പുകൾ ചെയ്യുന്ന ഒരു ടീമാണ് LBS എന്ന് പറയുന്നത്. അപ്പോൾ ഏതെല്ലാം കോഴ്സുകൾക്കാണ് ഇതുവഴി അപേക്ഷ ലഭിക്കുക? ഇത് കൂടാതെ നമുക്ക് എങ്ങനെയൊക്കെ അപേക്ഷിക്കാം? ഇതും കൂടെ നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. BSc നഴ്സിംഗിൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 വർഷമാണ്. 1 വർഷം കമ്പൾസറി ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അത് ഈ വർഷം മുതൽ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്നവർക്ക് കമ്പൾസറി ഇൻറ്റേൺഷിപ്പ് ഇല്ല എന്നുള്ള രീതിയിലേക്ക് പുതിയ ഒരു മെമ്മോ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരിക്കൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ പറയാം. രണ്ടാമത്തെ കോഴ്സ് BSc MLT ആണ്. MLT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് പോകാനുള്ള ആളുകൾക്ക് 4 വർഷമാണ് അവിടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. ഇൻറ്റേൺഷിപ്പ് ഇല്ല. വേറെ കോഴ്സ് BSc പെർഫ്യൂഷൻ ടെക്നോളജിയാണ്. ഇതിന് 3 വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. 1 വർഷമാണ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഒപ്റ്റോമെട്രി ആണ്. ഇതേപോലെ 3 വർഷം കോഴ്സ് ഡ്യൂറേഷൻ, 1 വർഷം ഇൻറ്റേൺഷിപ്പ്. മറ്റൊന്ന് BPT അഥവാ ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി, 4 വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. പിന്നെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ 6 മന്ത് ഉണ്ട്. മറ്റൊരു കോഴ്സാണ് ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയുന്നത്, BASLP എന്ന് പറയുന്നത്. ഇതിന് 3 വർഷമാണ് നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരിക. 10 മാസമാണ് അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് വരിക. മറ്റൊന്ന് BCVT അഥവാ കാർഡിയോവാസ്കുലർ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് 3 വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, 1 ഇയറാണ് ഇൻറ്റേൺഷിപ്പ്. മറ്റൊന്ന് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം മുതൽ ചെറിയ രീതിയിലുള്ള റേഡിയോ ടെക്നോളജി എന്ന് പറഞ്ഞ് മാറിയിട്ട് അതിന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നുള്ള രീതിയിലേക്ക്, അതായത് സ്കാനിങ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കാണ്. അതിന് 3 വർഷത്തെ ഒരു കോഴ്സായിട്ടും 1 വർഷം ഇൻറ്റേൺഷിപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 9ാമതൊരു കോഴ്സ് ബാച്ചുലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട ക്യാൻസർ പേഷ്യൻസിനൊക്കെ പോലെ ട്രീറ്റ്മെൻറ്റ് തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക്. അതിന് 3 വർഷമാണ് ആ കോഴ്സിൻ്റെ ഡ്യൂറേഷൻസ് എന്ന് പറയുന്നത്. 1 വർഷമാണ് ഇൻറ്റേൺഷിപ്പ്. മറ്റൊന്ന് ഡയാലിസിസ് ടെക്നോളജിയാണ്, 3 വർഷം, അതേപോലെ 1 വർഷം ഇൻറ്റേൺഷിപ്പ്. മറ്റൊന്ന് ബാച്ചുലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി, 4 വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, 6 മന്താണ് ഇൻറ്റേൺഷിപ്പ്. ഫൈനലി BSc ന്യൂറോ ടെക്നോളജി, 3 വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, 1 ഇയറാണ് ഇൻറ്റേൺഷിപ്പ്. ഇങ്ങനെ ടോട്ടൽ 12 കോഴ്സുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് LBS എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ 12 കോഴ്സുകൾ ഏത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കണം. ഇതിന് ഗവൺമെൻറ് കോളേജുകളിലേക്ക് എല്ലാ സീറ്റുകളും ഫില്ല് ചെയ്യുന്നത് LBS ആണ്. പ്രൈവറ്റ് കോളേജുകളിലേക്ക് പകുതി സീറ്റുകളാണ് ഫില്ല് ചെയ്യുക. ഫോർ എക്സാമ്പിൾ അൽഷിഫ എന്ന് പറയുന്ന ഒരു കോളേജിന് ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആ കോളേജിൽ 50 സീറ്റിന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 25 സീറ്റ് ആരായിരിക്കും? LBS ആയിരിക്കും ഫില്ല് ചെയ്യുക. ബാക്കി 25 സീറ്റും 3ഓളം വരുന്ന അസോസിയേഷനോ അല്ലെങ്കിൽ അവർ നേരിട്ടോ ആയിരിക്കും. അതിന് നിങ്ങൾ വേറെ സെപ്പറേറ്റ് അപേക്ഷ കൊടുക്കാനുണ്ട്. അത് പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ LBS വഴി മാത്രമല്ല എന്നുള്ളതാണ്. അപ്പോൾ അപേക്ഷ കൊടുക്കേണ്ടത് വിളിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം ഒന്ന് PNC മാക്കാണ്, അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് അസോസിയേഷൻ ഓഫ് കേരള എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഉണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രൈവറ്റ് കോളേജുകൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അതിലാണ്. അതിൻ്റെ വീഡിയോ പിന്നീട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന് അസോസിയേഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസ് നഴ്സിംഗ് കോളേജ് ഓഫ് കേരള എന്ന് പറയും, അല്ലെങ്കിൽ AMCSFNCK എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഉണ്ട്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്. പിന്നെ ഡയറക്റ്റായിട്ടും ഇവരൊക്കെയാണ് ബാക്കി പകുതി സീറ്റുകൾ നികത്തുക. അപ്പം ടോട്ടൽ എത്ര സീറ്റാണ് കേരളത്തിൽ ഗവൺമെൻറ്റിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1090 സീറ്റുകളാണ് ആകെ ഗവൺമെൻറ്റിൽ. ഈ 1090 സീറ്റും LBS ആണ് നികത്തുന്നതെങ്കിൽ ബാക്കി വരുന്ന പ്രൈവറ്റ് കോളേജുകളിലേക്ക് നോക്കുന്ന സമയത്ത് 4512 സീറ്റാണ് ഏറെക്കുറെ നികത്തുന്നത്. ഇനി ഓരോ കോളേജിലെ സീറ്റുകൾ LBS എത്ര നികത്തുന്നതൊക്കെ അനുസരിച്ചുള്ള വീഡിയോസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം ചാനൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും
ആ ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട എന്നുള്ളത് കൂടെ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. LBS ത്രൂ എത്ര സീറ്റാണ് പോകുന്നത്. ഇതേപോലെ തന്നെ പാരാമെഡിക്കൽ മറ്റുള്ള കോഴ്സ് നേരത്തെ പറഞ്ഞിരിക്കുന്ന BPT BSLP ആയിരുന്ന കോഴ്സുകൾക്കൊക്കെ പകുതി സീറ്റ് LBSും അല്ലെങ്കിൽ പകുതി സീറ്റ് അതിന് ചില ഇതേപോലെ അതോറിറ്റികളുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മാനേജ്മെൻറ്റുമാണ് നികത്തുന്നത്. അപ്പോൾ ഞാൻ LBS ത്രൂ അല്ലാത്ത അഡ്മിഷൻ നടക്കുന്ന അസോസിയേഷനെ കുറിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും ഒരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനത് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞത് 15/6/2024 അവരുടെ ഒരു ഷെഡ്യൂളിൽ പറയുന്നത്. 26/6/2024 നിങ്ങളുടെ ഡാറ്റ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് വരും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് ഈ ഡാറ്റ വെരിഫൈ ചെയ്യേണ്ട ആവശ്യകത എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സപ്പോസ് നിങ്ങൾക്കിതിനൊരു റാങ്ക് പ്രിപ്പയർ ചെയ്യും. നിങ്ങളെല്ലാ ആളുകളും അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിനൊരു റാങ്ക് ലിസ്റ്റ് ഒരു പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുക. ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം വരുന്ന സമയത്ത് അവിടെ പല കാറ്റഗറി ഉണ്ടാവും. ജനറൽ, ഈഴവ, മുസ്ലിം, SC, ST, അതേപോലെ ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, ലാറ്റിൻ കത്തോലിക് എന്നൊക്കെ പറയുന്ന പല രീതിയിലുള്ള റിസർവേഷനുകൾ കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. അതായത് 100 സീറ്റാണ് ഒരു കോളേജിൽ നിന്ന് സങ്കല്പിക്കുക, 50 സീറ്റ് മെറിറ്റിൽ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജ് സെലക്ട് ചെയ്ത കുട്ടികളിൽ നിന്നും ഏറ്റവും മാർക്കുള്ള 50 കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കും. അതായത് ഏറ്റവും മാർക്കുള്ള 50 കുട്ടി, അതിൽ SC ST ഹിന്ദു മുസ്ലിം OBC ഒക്കെ ഉണ്ടാവും. ബാക്കി വരുന്ന 50 സീറ്റുകൾ റിസർവേഷൻ അടിസ്ഥാനത്തിലാണ് കൊടുക്കുക. അപ്പോൾ അവിടെ ഓരോ കാറ്റഗറിയുടെ റിസർവേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. എക്സാമ്പിൾ 10% റിസർവേഷനാണ് മുന്നോക്കത്തിൽ പിന്നോക്ക വിഭാഗക്കാർ അഥവാ EWS കാറ്റഗറിക്ക് വരുന്നത്. ബാക്കി 30% സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് അഥവാ SCBC അതിൽ തന്നെ റിസർവേഷനുകൾ മാറ്റമുണ്ട്. അതായത് ഈഴവക്ക് 9%, മുസ്ലിമിന് വരുന്നത് 8%, അതർ ബാക്ക്വേർഡ് ഹിന്ദു 3%. ഇത് എന്തിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 1000 ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ജനറൽ റാങ്ക് 1000 ആണെങ്കിൽ വേറെ ഒരു മുസ്ലിം കാറ്റഗറിക്കാരൻ്റെ 1300 ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. വെറുതെ ഇമാജിൻ ചെയ്യാം. ഒരു പക്ഷേ ഈ 1000 റാങ്കുകാരനേക്കാളും പെട്ടെന്ന് ഈ റിസർവേഷനും കൂടെ വെച്ചിട്ട് ഈ 1300 റാങ്കുകാരന് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ SC ST ആണോ, OBC ആണോ, അല്ലെങ്കിൽ ലാറ്റിൻ കത്തോലിക് ആണോ, ഈ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആ ഡോക്യുമെൻ്റ് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കില്ല. ഇതെല്ലാം നോക്കിയതിന് ശേഷം LBS നിങ്ങളുടെ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്തതിനാണ് ഈ പ്രക്രിയ എന്ന് പറയുക. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നിങ്ങളുടെ മെമ്മോ ആയിട്ട് കാണിക്കും, അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അതാണ് 26-ാം തീയതി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ചിലപ്പോൾ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നീട് മാറി എന്ന് വരാം. ഇപ്പോൾ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 26-ാം തീയതിയാണ്. വീഡിയോ ലെങ്ത്തായിട്ട് പോകുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ സ്റ്റേ ദെയർ. കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഉണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ നിങ്ങൾക്ക് 2-ാം തീയതി വരെ, ജൂലൈ 2-ാം തീയതി വരെ നിങ്ങൾക്ക് ആ കംപ്ലൈൻറ്റുകളൊക്കെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. 8-ാം തീയതി പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും 10-ാം തീയതി അതിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. അതായത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പറയുമ്പോൾ ഒരു ട്രയൽ, അതിലും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ റാങ്ക് അവിടെ എല്ലാം എന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാം. അതിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് 10-ാം തീയതി വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് 17-ാം തീയതി പ്രഖ്യാപിക്കുമെന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇനി കൂടുതൽ പോകുന്നില്ല. ബേസിക്കായിട്ട് അതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ജനറലും അതേപോലെ OBC നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ കാറ്റഗറിക്കൊക്കെ അപ്ലിക്കേഷൻ ഫീസ് 800 രൂപയാണ്. അല്ലാത്തവർക്ക് SC STക്ക് 400 രൂപയാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടിത് അടക്കുന്നതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓൺലൈനായിട്ട് അടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഒരു ഫോട്ടോ വേണം, ഒപ്പ് വേണം. ഇത് രണ്ടും സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത്. ആധാർ കാർഡ് വേണം, ഇമെയിൽ ID വേണം, മൊബൈൽ നമ്പർ വേണം, SSLC ബുക്ക് വേണം, +2ൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതായത് +2ൻ്റെ ഇപ്പോൾ സെക്കൻഡ് ഇയർ വന്നിരിക്കുന്ന മാർക്ക് ലിസ്റ്റ് ആയാലും മതി. അതേപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന്, അതായത് അക്ഷയ സെൻറ്റർ വഴി ഓൺലൈൻ സെൻറ്റർ വഴി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ OBC കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. SC STക്കാർക്കാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. EWCക്കാർക്കാണെങ്കിൽ അത്ര സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് മുന്നോടിയായിട്ട് റെഡിയാക്കി വെക്കണം. ഇതെല്ലാം വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്ലിക്കേഷൻസിൽ അപാകതകൾ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നായിരിക്കണം നിങ്ങളുടെ അപേക്ഷകൾ. SC ST അല്ലാത്ത ആളുകളൊക്കെ നോൺ ക്രിമിനൽ EWS ഒക്കെ വില്ലേജ് ഓഫീസിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അഥവാ നിങ്ങൾ ഞാൻ ഈ ഒരു റിസർവേഷനിൽപ്പെട്ട ആളാണെന്ന് പറയുകയും അതാത് ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്തുകയും ചെയ്തിട്ട് നിങ്ങൾ ജനറൽ കാറ്റഗറിക്കാരായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, അഡ്മിഷൻ ലഭിക്കുള്ളൂ. അതേപോലെ SC ST കാറ്റഗറിയിലൊക്കെ പെടുന്ന ആളുകൾക്കൊക്കെ പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഫീസില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഇത്തരം എല്ലാ
സംഭവങ്ങൾ നിങ്ങൾ ഇതിനനുസരിച്ച് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതും അതുവഴി നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി പല ആപ്ലിക്കേഷനെ കുറിച്ചുള്ള നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടാവും. അതിൻ്റെ എല്ലാം വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. റിമൈൻഡ് ചെയ്തുകൊണ്ട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ, താങ്ക് യു.